ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അഞ്ചൽ സ്വദേശി സൗദാമിനിയുടെ വീട്ടിലേക്ക് മുഖംമൂടി ധരിച്ച ഒരാൾ എത്തിയത്. കാര്യം ചോദിച്ചറിയുന്നതിനു മുമ്പ് അപരിചിതൻ 67 വയസ്സുള്ള സൗദാമിനിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചെടുത്തു. അതിക്രമത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിക്കായി നാട്ടുകാരും പോലീസും അന്വേഷണം നടത്തി. ഗേറ്റിന്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നപ്പോഴത്തേന് ഇയാളെ തലയിലൊരു മുഖംമൂടി ഇട്ടുകൊണ്ട് ചാടി വന്നിട്ട് കഴുത്തിൽ പിടിച്ചു. ഞാൻ കിടന്ന് വിളിച്ചു. അപ്പം ഓടി വന്ന് അപ്പോഴത്തേന് ഞാനങ്ങ് വെളിയിൽ ചാടിയപ്പോഴത്തേന് ഇയാൾ കിഴക്കുവശം കൂടെ ഓടി അങ്ങ് പോയി, റോഡിലോട്ട് ഓടിപ്പോയി. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതേ നാട്ടുകാരനായ അഞ്ചൽ പുഞ്ചക്കോണം സ്വദേശി സന്തോഷാണ് പിടിയിലായത്. മോഷണം നടത്തിയത് പ്രദേശവാസിയാണെന്നറിഞ്ഞ നാട്ടുകാരും അമ്പരന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്തൊന്നും ഇതുവരെയ്ക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇതുപോലെ പല വീടുകളിലും അമ്മമാരും അച്ഛന്മാരും തന്നെ താമസിക്കുന്ന വീടുകളുണ്ട്. ഇതേപോലെ കുറ്റകൃത്യങ്ങൾ നാട്ടിൽ വരുന്നതോറും സ്ത്രീകൾക്കായാലും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരരുത്. അതിന് നമ്മുടെ അധികൃതർ അതിനുള്ള നടപടി തീർച്ചയായിട്ടും എടുക്കണം. ദിവസങ്ങൾക്ക് മുമ്പ് കടമായി ചോദിച്ച പണം നൽകാത്തതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായത്. അഞ്ചലിൽ നിന്നും പ്രതിയെ പിടികൂടാനെത്തിയപ്പോൾ പ്രതിയുടെ ബന്ധു പോലീസിനെ ആക്രമിക്കാനും ശ്രമിച്ചു. അറസ്റ്റിനു ശേഷം പ്രതിയുടെ പക്കൽ നിന്ന് തന്നെ സ്വർണമാല കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.